കുമ്പിടി പുനലൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സ്വാദിഷ്ടമായ വിഭവസമൃദ്ധമായ വിജ്ഞാനത്തിന്റെ മധു നുകരുന്ന 3 രാവുകളാണ് ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. എത്ര ലക്ഷം ആളുകൾ വന്നാലും ഉൾക്കൊള്ളാൻ പറ്റുന്ന പാടത്ത് വിഭവമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കി വളരെ ആവേശത്തിലും ഉത്സാഹത്തിലുമാണ് ഇവിടുത്തെ സംഘാടകർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരാശപ്പെടുത്താതെ പൂർണ്ണമായ സന്തോഷം അല്ലാഹു അവർക്ക് കൊടുക്കുമാറാകട്ടെ. ഇന്നും നാളെയും നാളെ കഴിഞ്ഞ് നടക്കുന്ന പ്രഭാഷണ വേദികളിൽ സമാപന ദിവസമാണ് ഞാൻ ആദ്യം കൊടുത്തിരുന്നത്. ഇന്നത്തെ ദിവസം സമാപന ദിവസത്തെ ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റി വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും അറിയാവുന്ന ചിരിക്കാം എന്താണ് കാര്യം. അതിനുവേണ്ടി ഇന്നത്തോടുകൂടി കുറച്ച് ദിവസത്തേക്ക് പരിപാടി നാട്ടിലാണ്. തിരുവനന്തപുരം, കൊല്ലം 23-ാം തീയതി എടപ്പാട്, 24-ാം തീയതി പന്തല്ലൂര്, 18-ാം തീയതി കൊട്ടച്ചിറ, അങ്ങനെ 3 പരിപാടികൾ മാത്രം കൊടുത്ത് ബാക്കിയൊക്കെ നാട്ടിലാണ്. നാട്ടിൽ നിൽക്കേണ്ട പ്രത്യേക സാഹചര്യമായതുകൊണ്ട് ബാക്കി പരിപാടികളൊക്കെ ഒഴിവാക്കി കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ആമുഖ ഭാഷണം പോലെ ഇന്നത്തെ പ്രഭാഷണം 10 ദിവസമായി. സാധാരണ എല്ലാ സദസ്സുകളിലും സമാപനവും 2ാമത്തെ ദിവസമൊക്കെയാണ് പറയുന്നത്. ഏതായാലും അൽഹംദുലില്ലാഹ് ആദ്യ ദിവസമാണ് എന്ന ഒരു പുതുമയില്ലാതെ തന്നെ വിശ്വാസിയുടെ ഇഷ്ടങ്ങൾ എന്ന മനോഹരമായ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് തേച്ചാലും മായ്ച്ചാലും നഷ്ടപ്പെട്ടു പോകാത്ത ആയിരക്കണക്കിന് ഗുണപാഠങ്ങൾ ഈ സമുദായത്തിന് പ്രവാചക ജീവിതത്തിന്റെ ചില മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന വ്യക്തി പ്രഭാതത്തെ കാണുവാനും ദുആവസിയത്ത് ചെയ്യുവാനും മുസാഫഹത്ത് ചെയ്യുവാനും ഉന്നാര നബിതങ്ങളോട് ചേർന്നിരിക്കുവാനും കൊതിച്ചവരുടെ യമനിൽ നിന്നൊരു യാത്രാ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് വരികയാണ്. ഒരുപാട് ആവശ്യങ്ങൾ അവർക്കുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക എന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹത്തിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പല കാര്യങ്ങളും പറയണം, ഉന്നാര നബിതങ്ങളോട് പല സങ്കടങ്ങൾ ബോധ്യപ്പെടുത്തണം, അള്ളാഹുവിന്റെ റസൂലിനോട് പല ആവലാളികൾ അറിയിക്കണം. അതെല്ലാം മനസ്സിൽ കരുതി ആ ഒരു വലിയ 60 പേരടങ്ങുന്ന ഒരു യാത്രാ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് വരികയാണ്. ഉന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അവർക്ക് ഉത്തമായ തങ്ങളുടെ സമക്ഷത്തിലേക്ക് വന്നപ്പോൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ വിനയാനിതനാണ്, അറിഞ്ഞതിനേക്കാളേറെ സന്മനസ്സുള്ളവനാണ്, അറിഞ്ഞതിനേക്കാളേറെ അതിർപ്പവും അടുപ്പവും അലങ്കാരവും ഉള്ളവനാണ് എന്ന് മനസ്സിലായി. 60 യാത്രാ സംഘവും അസ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് അൽഹംദുലില്ലാഹ് ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് കടന്നു ചെല്ലുകയാണ്. ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങൾ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പലരും പറയുന്നു, ഇന്ന കാര്യം നടക്കാൻ വേണ്ടി അവിടെ നിർവാഹിക്കണം. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ജീവിതത്തിലെ വിഷമം മാറാൻ, എന്റെ ജീവിതത്തിലെ നൊമ്പരം മാറാൻ, എന്റെ ജീവിതത്തിലെ പ്രയാസം മാറാൻ അവിടെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് ഓരോ ആവശ്യങ്ങളും ഓരോ ആഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരിഞ്ഞു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് 60 പേരടങ്ങുന്ന യാത്രാ സംഘത്തിൽ നിന്ന് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ ഒരു പ്രിയപ്പെട്ട ആ വന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ 60 പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സഹോദരൻ മാത്രം ഒറ്റയ്ക്ക് പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബികളോട് ചോദിച്ചു, നിങ്ങളിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നോട് ദുആ വസിയത്ത് ചെയ്യാൻ? നിങ്ങളുടെ യാത്രയിൽ 60 പേരാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ 60 പേരിൽ ആരെങ്കിലും ഇനി എന്നോട് മുസാഫഹത്ത് ചെയ്യാനും എന്നോട് ആവശ്യങ്ങൾ പറയാനും എന്നോട് സങ്കടങ്ങൾ ബോധ്യപ്പെടുത്താനും എന്നോട് ആവലാദികൾ പറയാനും ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 60 പേരിൽപ്പെട്ട ചിലർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഒരാളിന് ബാക്കിയുണ്ട്.
അത് പ്രായം കുറഞ്ഞ ഞങ്ങളുടെ യാത്രാ സംഘത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സഹോദരനാണ്. ആ ഒരു സഹോദരൻ മാത്രം അങ്ങയോട് ദുആ വസിയ്യത്ത് ചെയ്യാൻ വന്നിട്ടില്ല. ആ ഒരു സഹോദരൻ മാത്രം അങ്ങയോട് ദുആ ചെയ്യാൻ കടന്നു വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കൂട്ടുകാരനെ വിളിക്കുക. 60 പേരടങ്ങുന്ന യാത്രാ സംഘത്തിൽ 59 പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പലവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയ്യത്ത് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം വരാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സങ്കടം തോന്നി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ ഒരാളെ വിളിക്കുക, ആ ഒരാളുടെ ആവശ്യമുണ്ടെന്ന് പറയുക. 60 പേരടങ്ങുന്ന യാത്രാ സംഘത്തിൽ നിന്ന് മാറിയുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ബാക്കിയുള്ളവർ നിർബന്ധിച്ചു കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്കൊന്നുമില്ലേ ചോദിക്കാൻ? അള്ളാഹുവിനോട് ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചോദിച്ചു തരേണ്ട കാര്യമില്ലേ? ഇത്രയും ജനങ്ങൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് വേദനകൾ എന്നോട് പറയുമ്പോൾ അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും മാറാൻ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ദുആരക്കുമ്പോൾ നിനക്ക് വേണ്ടി എന്താണ് ഞാൻ പടച്ചവനോട് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരൻ മാറി നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. 59 പേര് പറഞ്ഞതിനേക്കാൾ വ്യത്യസ്തമായി അള്ളാഹുവിന്റെ റസൂല് ഈ അങ്ങയോട് വസിയത്ത് പറഞ്ഞ് അങ്ങയോട് മുസാഫഹത്ത് ചെയ്ത അങ്ങയുമായി ചേർന്നിരുന്ന 59 പേര് പറഞ്ഞതിനേക്കാൾ ഏറെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് മുത്തുനബിയെ എനിക്ക് അവിടത്തോട് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതെന്താണ്? വ്യത്യസ്തമായി നിനക്ക് പറയാനുള്ള കാര്യം എന്താണ്? 59 പേരും പറഞ്ഞതെന്താണെന്ന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. വീടിന്റെ വിശാലതയ്ക്ക് വേണ്ടി, മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി, ജീവിത വിജയത്തിന് വേണ്ടി, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി, രോഗം മാറാൻ, വിഷമം മാറാൻ, സങ്കടം മാറാൻ, ക്ഷീണം മാറാൻ, സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ, അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകാൻ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞപ്പോ ഈ പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസാഫഹത്ത് ചെയ്തുകൊണ്ട് വേദനയോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കങ്ങയോട് പറയാനുള്ളത്, ജീവിതത്തിൽ ഏറ്റവും അധികം ഒരു വിശ്വാസി മനസ്സിലുണ്ട് വരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനോമുഖരത്തിൽ ഏറ്റവും അധികം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ അവൻ കാത്തു സൂക്ഷിച്ചു വെക്കുന്ന ഒരു വലിയ കാര്യമാണ് മുത്തുനബിയെ എനിക്ക് അവിടത്തോട് പറയാനുള്ളത്. അല്ലാഹുവിന്റെ റസൂലിനോട് എന്താണ് ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്ന, യാ റസൂലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഒരു വിശ്വാസിയായിട്ട് ജനിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിശ്വാസിയായിട്ട് തന്നെ എന്നെ പഠിപ്പിക്കണമെന്ന ഒരു വലിയ അതിയായ ആഗ്രഹം യാ റസൂലല്ലാഹ് എന്റെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി അവിടെ നിന്ന് ദ്വാരക്കണം. എനിക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ, ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ എനിക്ക് തന്ന ആരോഗ്യം നിലനിൽക്കണം, എനിക്ക് തന്ന ആഫിയത്ത് നിലനിൽക്കണം, എനിക്ക് തന്ന സമ്പത്ത് നിലനിൽക്കണം. ആ ഐശ്വര്യത്തിന് നിലനിന്നുകൊണ്ട് എനിക്ക് മരണപ്പെടണം. അല്ലാതെ മറ്റുള്ളവരെ സഹായം തേടിയിട്ട് ഇബാദത്ത് ചെയ്യാൻ കഴിയാതെ, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്താതെ അല്ലാഹുവിന്റെ റസൂലേ ഈ ഐശ്വര്യങ്ങൾ നിലനിൽക്കുവാനും വിശ്വാസിയായി മരണപ്പെടുവാനും വേണ്ടി അവിടെ നിന്ന് ദുആരക്കണമെന്ന് പ്രിയപ്പെട്ട ഈ സഹോദരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ 60 ആളുകളെയും ഒരുമിച്ച് കൂട്ടുകയാണ്. ഈ 60 പേരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുകയാണ്, നിങ്ങളിൽ 60 പേരിൽ ഏറ്റവും അധികം വിശ്വാസം കുടികൊള്ളുന്നത് മാറി നിന്ന ഈ സഹോദരന്റെ മനോമുഖരത്തിലാണ്. നിങ്ങളിൽ 60 പേരിൽ ഏറ്റവും അധികം വിശ്വാസം സ്ഥിതി ചെയ്യുന്നത് മാറി നിന്ന് ഈ കൂട്ടുകാരന്റെ മനസ്സിലാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ വിശ്വാസികൾക്ക് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഓരോ മധുരങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ യാത്രാ സംഘത്തെ പറഞ്ഞു വിടുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പിന്നീട് ഈ യാത്രാ സംഘം മടങ്ങി വരുമ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾക്കിടയിൽ അന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ആ കുട്ടിയുടെ അവസ്ഥ എന്താണ്? ആ സമയത്ത് എല്ലാവരും പറയും, അവന്റെ അവസ്ഥ വല്ലാത്ത അത്ഭുതമാണ്. ദുനിയാവിനോടൊരു മോഹവുമില്ല, ദുനിയാവിനോടൊരു താല്പര്യവുമില്ല, ദുനിയാവിനോടൊരു ഇഷ്ടവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ അവന്റെ ആഗ്രഹം പോലെ അല്ലാഹുവിനോട് ഞാൻ ചെയ്തു പോയത് ആ സ്വീകരിച്ചു എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ സഹോദരങ്ങളെ, എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും വിശ്വാസികളാണ് എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ട്, അതുപോലെ എനിക്കുമുണ്ട്. ഞാനൊരു വിശ്വാസിയാണ്, ഈ സ്റ്റേജിലിരിക്കുന്നവർ വിശ്വാസിയാണ്. നിസ്കാരച്ചടങ്ങുള്ള, തലയിൽ കെട്ടുള്ള, തൊപ്പിയുള്ള, ദാടിയുള്ള, അല്ലാഹുവിന്റെ ദീനീ പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഈ സ്ഥലത്തിലേക്ക് കടന്നു വന്ന ഓരോരുത്തരും വിശ്വാസത്തിന്റെ മാധുര്യവും വിശ്വാസത്തിന്റെ സാന്നിധ്യവും അനുഭവിക്കുന്നവരാണ്. പക്ഷേ എന്റെ സഹോദരങ്ങളെ, ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഇഷ്ടപ്പെടാൻ പറ്റുന്ന, ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം വിലപിടിപ്പുള്ള, ഒരു വിശ്വാസിക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടുന്ന ചില കാര്യങ്ങൾ
സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ അല്ലാഹുവിന്റെ ഹബീബിനോട് ചേർന്ന് നടന്ന സന്തര സഹചാരികളും സൽക്കർമ്മകാരികളുമായി കൽവരിയുടെ താരകോടികളെ പോലെ പ്രകാശപൂരിതം പരത്തിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട സഹാബികളിലൂടെ ഈ ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ആ ഒരു വിശ്വാസിയുടെ ഇഷ്ടമല്ലാതെ, ആ ഒരു ഇഷ്ടത്തിനെയല്ലാതെ, ആ ഒരു സ്നേഹത്തിനെയല്ലാതെ എന്റെ ഈ സദസ്സിൽ വന്നിരിക്കുന്നവരെ മറ്റൊന്നും നമ്മുടെ മനോമുഖരത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അല്ലാഹു പരീക്ഷണത്തിന്റെ പരമോന്നതമായ കടുംകുടിയിലേക്ക് വലിച്ചെറിഞ്ഞ ദുനിയാവിന്റെ ആപൽക്കയത്തിൽ കിടന്നുകൊണ്ട് കൈകാലിച്ചടിക്കുന്ന എത്രയോ ക്ഷണങ്ങളെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യ ആയുസ്സുകൾ, അവരെല്ലാം ദുനിയാവിന്റെ പല പേക്കോലങ്ങൾ ആഗ്രഹിച്ചു പോയവരാണ്, ഇഷ്ടപ്പെട്ടു പോയവരാണ്. അതുകൊണ്ട് അവസാനം അല്ലാഹു പടച്ചതമ്പുരാൻ നരകത്തിന്റെ ഭയാനകരമായ രംഗം കാണിച്ചുകൊണ്ട് അവരെ റൂഹ് പിടിച്ചതായി പറയുമോ? ലോകത്തിന്റെ നാനാഭാഗത്ത് ദുനിയാവിന്റെ പിന്നാലെ ഇബ്ലീസ് വെച്ച് തരുന്ന ചിത്രങ്ങളും ചിന്തകളും ഇഷ്ടപ്പെട്ടുകൊണ്ട്, ലോകത്തിന്റെ പിന്നാലെ ഇബ്ലീസ് കാണിച്ചു തരുന്ന ചില വരകളെയും കുറികളെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ യുദ്ധങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എന്റെ കൂടല്ലോരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമായി ഇഷ്ടപ്പെടേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണെന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആരാണ് ആ യുദ്ധങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതെന്നറിയുമോ? ആരാണ് ആ യുദ്ധങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നതെന്നറിയുമോ? ഒന്നാമത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് തുറന്ന് പരിശോധിച്ചുകൊണ്ട് ആ യുദ്ധങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലൂടെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിലൂടെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിലൂടെ വിശ്വാസികൾക്ക് ഒരു കാലഘട്ടത്തിൽ ദീനീ പ്രവർത്തനങ്ങൾ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചു പോയ ആ ഒരു വിഭാഗം ജനങ്ങളുടെ മനോമുഖരത്തിലെ ഇഷ്ടങ്ങളെ സ്വീകരിച്ചുകൊണ്ട് എന്റെ കുമ്പിടി കൂടല്ലോട് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കെന്ന് വിടന്നു പിരിയാം. ആ ഇഷ്ടങ്ങളെ മനസ്സിലേക്ക് എടുത്തു വെക്കാൻ, ആ ഇഷ്ടങ്ങളെ മനസ്സിലേക്ക് സ്വീകരിച്ചു വെക്കാൻ, ആ ഇഷ്ടങ്ങളെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരത്തെ ഫ്രീസ് ചെയ്ത് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് പറന്നു പോയ സഹാബികൾ, ലോകത്ത് സമർപ്പിച്ചു പോയ പ്രിയപ്പെട്ട സച്ചരിതരായ സഹാബികൾ ലോകത്ത് വരച്ച് കാണിച്ചു പോയ ഇഷ്ടങ്ങളെ സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് നിൽക്കുക. അതിനുവേണ്ടി മനസ്സിനെ ഈ സദസ്സിലേക്ക് തരിക. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ ഏറ്റവും അധികം സ്വീകരിച്ചതെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും എന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കിയിട്ട് ആ ഇഷ്ടത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് യാത്ര ചെയ്യാം. അതിനുവേണ്ടി മദീനയുടെ നാളുകന്റെ മനസ്സൊന്ന് തുറന്ന് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും സംവിധാനങ്ങളും സൗകര്യങ്ങളും കൊടുത്ത് അനുഗ്രഹിച്ച അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് നമ്മുടെ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്തത് കണ്ടുപോയ, നമ്മുടെ കൽവുകൊണ്ട് ചിന്തിക്കാൻ കഴിയാത്തത് ചിന്തിച്ചു പോയ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളെ എന്റെ കൂടല്ലൂർ വന്നവരെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടപ്പെടാം. അതിനുശേഷം ഖുലഫാഉ റാഷിദീങ്ങളെ പരിശോധിക്കുക. ജീവിതത്തിൽ അവർ ഇഷ്ടപ്പെട്ടിരുന്നതെന്താണ്? ഒരു വിശ്വാസി അതാണ് ഇഷ്ടപ്പെടേണ്ടത്, ഒരു വിശ്വാസി അതാണ് സ്വീകരിക്കേണ്ടത്, ഒരു വിശ്വാസി അതാണ് ഉൾക്കൊള്ളേണ്ടത്. ജീവിതത്തിൽ ദുനിയാവ് ഇത്തിരികൾ വെക്കുന്ന ഓർമ്മകളെ മനസ്സിലേക്ക് കൊണ്ടുവരാറ് അല്ലാഹുവിന്റെ റസൂൽ എന്ത് വേണമെന്ന് പറഞ്ഞു അതിനെ കൈനീട്ടി സ്വീകരിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞതാണ്. ആയിരക്കണക്കിന് സഹാബികളുടെ മനോമുഖരത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ 3 ഇഷ്ടങ്ങളെയാണ് ആദ്യം പറഞ്ഞു വിടുന്നത്. ദുനിയാവിൽ അല്ലാഹു പടച്ച വസ്തുക്കളിൽ വെച്ച് ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഇന്ന് മുതൽ ആ ഇഷ്ടങ്ങളിലേക്ക്, ഇന്ന് മുതൽ ആ ബന്ധങ്ങളിലേക്ക് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മളാരാ? അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിച്ചതിനെ സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മളാരാ? പ്രവാചക പ്രേമ അനുരാഗത്തിന്റെ റബീഉൽ അവ്വലിന്റെ രാവും പകലും മുഴുവൻ റസൂലിന്റെ ബദരീനങ്ങളുമായിട്ട് പരക്കമ്പാന് ഓടി നടന്നുകൊണ്ട് ആയിരക്കണക്കാന പ്രവാസന സദസ്സുകളിൽ പോയിരുന്നുകൊണ്ട് റസൂലിന്റെ സലാത്തിൽ പൊട്ടിക്കരഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ ലോകത്തെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പോലെ കാര്യങ്ങളെ സമർപ്പിച്ചു തരുമ്പോ 2 കൈയും നീട്ടി സ്വീകരിക്കണം എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ദുനിയാവിൽ നിന്ന് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ദുനിയാവിൽ നിന്ന് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് 3 കാര്യങ്ങളാണ്.
ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച വസ്തുക്കളിൽ നിന്നും സൃഷ്ടി ചരാചരങ്ങളിൽ നിന്നും ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് 3 കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏറ്റവും അധികം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് 3 കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ ഇഷ്ടങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ എത്തുക. ആ ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ എത്തുക. 1, ഈ പറയുന്നത് വിശ്വാസികൾക്ക് വിശ്വാസം എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞുകൊടുത്ത വിശ്വാസത്തിന്റെ രാജകുമാരന്റെ ഇഷ്ടങ്ങളാണ്. അതുമുതൽ അവിടെ നിന്ന് താഴെ ഭാഗം വരെ സർവ്വവിശ്വാസികളുടെ ലോകത്ത് എന്തൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ആ വിശ്വാസികളായി നമ്മൾ മാറും. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നിസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, തൊപ്പി വെക്കുന്നു, അതുപോലെ പറഞ്ഞു ധരിക്കുന്നു, മസ്തയിടുന്നു, ഇതൊക്കെ ചെയ്യുമ്പോഴും ചില വിശ്വാസികൾക്ക് ഇഷ്ടപ്പെടാൻ പാടില്ലാത്ത പലരും നമ്മുടെ മനസ്സിലുണ്ട്. അത് മാറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ 1, നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരുപാട് ഗംഭീരമായ പല ഇഷ്ടങ്ങൾ ഉണ്ടാകും. അതൊന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത്. നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഇഷ്ടപ്പെടുമെന്ന് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന, ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദുനിയാവിൽ അല്ലാഹു പടച്ച വസ്തുക്കളിൽ വെച്ച് ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് 3 കാര്യങ്ങളാണ്. ആ 3 കാര്യത്തിൽ ഓരോന്ന് കേൾക്കുമ്പോഴും എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സ് വല്ലാതെ സന്തോഷത്തിലാകും. ആ 3 കാര്യത്തിൽ ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിന് വല്ലാത്ത റാഹത്താകും. അതിലൊന്നാമത്തെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത്തീബു 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 അത്തീബു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദുനിയാവിൽ അല്ലാഹു പടച്ച വസ്തുക്കൾ വെച്ച് ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ വസ്തു അത്തീബു, അത് സുഗന്ധമാണ്. അത് സുഗന്ധമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്നത് സുഗന്ധമാണ്. അത്ര ഇഷ്ടപ്പെടുന്നത്. അത്ര പോക്കറ്റിൽ ഇപ്പോൾ ഉള്ളവരെന്ന് കൈവക്കി, പോക്കറ്റിൽ ഇപ്പോൾ അത്ര ഉള്ളവർ തെളിവാക്ക് കൊണ്ടുവന്നില്ലേ, എന്നും കൊണ്ടുവന്നതാണ്. അത്ര കച്ചവടക്കാർ പോക്കണ്ട, അതെന്തായാലും കച്ചവടം നടക്കും. ബാക്കി വളരെ കുറച്ച് പേര് ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യമാണ്. എന്റെ പോക്കറ്റിൽ അത്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ ഒരു പാട്ടുകാരൻ വന്ന് മാറ്റി പോയി, പാട്ടുകാരന്റെ പേരൊന്നും പറയുന്നില്ല, കൊണ്ടുപോട്ടെ. അപ്പോ അത്ര ജീവിതത്തിൽ വലിയ ഒരു സൗന്ദര്യവും ഒരു സന്തോഷം നിങ്ങൾക്കൊന്നുമില്ല, അത്ര ഒന്നുമില്ല. വീട്ടിൽ വെച്ചിരുന്നാൽ പോടാ, കൊണ്ടുവരുന്ന പെരട്ടമാണ്. അത്ര നല്ലതാണ്. ഇൽമ പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്ത് ദറസ് നടത്തും എന്ന് തോന്നുന്നത് എപ്പോഴാണ്? മദീനത്ത് ദറസ് ബഹുമാനപ്പെട്ടവർ തുടങ്ങുന്നു എന്നറിയുന്നത് കിലോമീറ്ററുകൾക്കപ്പുറത്ത് സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശും. ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു തആല ദറസ് തുടങ്ങുകയാണ്, കിതാബ് പറഞ്ഞു കൊടുക്കുകയാണെന്ന് വിശ്വാസികളുടെ മനസ്സിൽ തോന്നുന്നത് എപ്പോഴാ? ബഹുമാനപ്പെട്ടവർ ശരീരത്തിലൂടെ പുരട്ടുന്ന അത്തറുണ്ടല്ലോ, ബഹുമാനപ്പെട്ടവർ ശരീരത്തിൽ പുരട്ടിയിരിക്കുന്ന സുഗന്ധമുണ്ടല്ലോ, ആ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുമ്പോ സുബ്ഹാനല്ലാഹ് ജനങ്ങൾ പറയും, മാലിക് ഇമാം ഹദീസ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പടത്തറമ്പരാൻ കൊടുത്തിട്ട് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് സുഗന്ധമാണെങ്കിൽ എന്റെ കൂടെല്ലൂരി ഒരുമിച്ച് കൂടിയവര് ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങളുടെ മുന്നിൽ അല്ലാഹു കൊണ്ട് സമർപ്പിച്ചു തന്നാലും അതിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് സുഗന്ധം തന്നെയാണ്. അതിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് അത്തർ തന്നെയാണ്. മാലിക് ഇമാം റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ എന്തിനേറെ മദീനയെ ഇഷ്ടപ്പെടുന്ന പ്രവാചകരെ ഇഷ്ടപ്പെടുന്ന ആശിഖീങ്ങളെ പോലെ മുഹിബ്ബീങ്ങളെ പോലെ അവരൊക്കെ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനമെന്നത് അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടു പോയ സുഗന്ധം തന്നെയാണ്. സുഗന്ധത്തിന് വല്ലാത്ത നേട്ടം ദുനിയാവിലുമുണ്ട് ആഖിറത്തിലുമുണ്ട്. സുഗന്ധം അത്തർ. ഇന്നിവിടെ വന്ന അത്തർ കച്ചവടക്കാരെ വിചാരിക്കും ഇയാൾക്ക് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, കുറച്ച് അത്തറെങ്കിലും ചിലവാണെങ്കിൽ ആവട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ച അത്തറല്ല, നല്ല അത്തർ കൊടുക്കണം. അത്തർ കൊടുത്ത് പറ്റിക്കാൻ പാടില്ല ഒരിക്കലും. അത്തറിനൊരിക്കലും വഞ്ചനയും ചതിയൊന്നും നടത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടതാണ്. അതിനുവേണ്ടി സുഗന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് ഇഫ്താറുമാരിക്കുക. സുഗന്ധത്തിന് വേണ്ടി ഒരാൾ പണം ചിലവഴിച്ചാൽ അതിന് ഹിസാബില്ലാതാണ്. 1 കോടി രൂപ അത്തർ വാങ്ങാൻ ചിലവഴിച്ചാൽ അമ്മ നാളെ ചോദിക്കൂല, എന്തിനാ നീ അത്തർ വാങ്ങാൻ വേണ്ടി 1 കോടി രൂപ ചിലവഴിച്ചെന്ന് ചോദിക്കൂല. കോടിക്കണക്കിന് രൂപ അത്തർ വാങ്ങാൻ വേണ്ടി ചിലവഴിക്കാം. പക്ഷേ നമ്മുടെ കാലിലിരിക്കുന്ന ചെരുപ്പ്, നമ്മുടെ വസ്ത്രം, അതിനൊക്കെ വേണ്ടി നമ്മൾ അതിര് കടന്ന ആഡംബരത്തിന് വേണ്ടി പണം ചിലവഴിച്ചാൽ നമ്മൾ ചോദിക്കും എന്തിനാ അത്രയും ചിലവഴിച്ചത്.
അത്തറിന് വേണ്ടി ചെലവഴിച്ചാൽ അത്രയും ചോദിക്കില്ല. അതാണ് അത്തറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് കച്ചവടക്കാർ വില കൂട്ടാൻ വേണ്ടി നിൽക്കേണ്ട, ഉള്ള വില പറഞ്ഞാൽ മതി. കൂട്ടാൻ ഉസ്താദ് പറഞ്ഞത് കൊണ്ടല്ല, ഞാൻ പറയും ഒരു ധാരാളം കാശ് മുടക്കിയാലും പ്രശ്നമില്ല എന്നാണ്. ലോകത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദുനിയാവിൽ ഒന്നാമത് ഇഷ്ടപ്പെട്ടു പോരാ, ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടു പോരാ. ഒന്നാമത്തെ കാര്യം റസൂൽ പറഞ്ഞത് അത്തീബു, അത് സുഗന്ധമാണ്, സുഗന്ധമാണ്, സുഗന്ധമാണ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ എന്തിനാ സുഗന്ധം, എന്തിനാണ് പ്രവാചകർക്ക് എന്തിനാ സുഗന്ധം, എന്തിനാ? അല്ലാഹുവിന്റെ റസൂൽ തന്നെ സൗഗന്ധികമല്ലേ, നബിതങ്ങൾ തന്നെ അസ്റല്ലേ. അല്ലാഹുവിന്റെ ഹബീബിനെ ഒന്ന് തൊട്ടു നോക്കാനും അടുത്ത് ചെന്നിരിക്കാനും മുത്തം കൊടുക്കാനും കൂടെ നടക്കാനും യാത്ര ചെയ്യാനും സഹകരിക്കാനും മുത്തം കൊടുക്കാനും എത്ര ആളുകളാ പ്രവാചകരുടെ സമക്ഷത്ത് വന്ന് കാത്തിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ആ സൗഗന്ധികത്തിന്റെ ഉടമയായ മുത്തറസൂല് പറയുകയാ, എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് അത്തറാണ്. അത് പറഞ്ഞെങ്കിൽ വെറുതെയല്ല, അത് പറഞ്ഞെങ്കിൽ വെറുതെയല്ല. അല്ലാഹുവിന്റെ റസൂൽ ദുനിയാവിൽ അത്തറ പുരട്ടുന്നവന്റെ നേട്ടം പറയുകയാണ്. അതേ, നിങ്ങൾ ആരെങ്കിലും ദുനിയാവിൽ അത്തറ പുരട്ടിയാൽ ഭൗതികമായ രണ്ട് നേട്ടങ്ങളാണ് അല്ലാഹു നിങ്ങൾക്ക് തരുന്നത്. ദുനിയാവിൽ രണ്ട് നേട്ടങ്ങളാണ് അല്ലാഹു തരുന്നത്. ഒന്ന് നിന്റെ ബുദ്ധി അല്ലാഹു അധികരിപ്പിക്കുന്നതാണ്. സുഗന്ധം പുരട്ടുന്നവരെ നിങ്ങളുടെ ബുദ്ധി അല്ലാഹു അധികരിപ്പിക്കുന്നതാണ്. അത്ര പുരട്ടുന്നവരെ നിങ്ങളുടെ ബുദ്ധി അല്ലാഹു അധികരിപ്പിക്കുന്നതാണ്. ശരീരത്തിനും വസ്ത്രത്തിനും സുഗന്ധം പുരട്ടിയിട്ട് ജീവിക്കുന്നവര് നിങ്ങളുടെ ബുദ്ധി അല്ലാഹു അധികരിപ്പിച്ച് തരുന്നതാണ്. ഒരുപാട് മെമ്മറി പവർ നിങ്ങൾക്ക് തരുന്നതാണ്. അതുകൊണ്ടാണ് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് പോക്കറ്റിൽ നിന്ന് അപ്പുറത്തിട്ട് ഇങ്ങനെ കയ്യിലെത്തേക്കുക, ഒന്നും മറന്നു പോകാതെ നിന്റെ മെമ്മറിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വരികയാണ്. ദാസി നടക്കുന്നവരെ, ആയിരക്കണക്കിന് ശിഷ്യകൾ നിങ്ങളുടെ ഗുരുനാഥന്മാരായി മുദരിസീങ്ങളായി കഴിയുന്നവരെ, അത്ര പുരട്ടാത്ത ഒരു ഉസ്താദിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അത്ര പുരട്ടാത്ത ഉസ്താദിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പാണക്കാട് തങ്ങന്മാർക്ക് അത്ര കൊടുക്കുന്ന വലിയ മുമ്പ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധം ആദരത്തിൽ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എപ്പോഴും ഈ സുഗന്ധത്തിനോട് ബുദ്ധി അധികരിക്കും. ഒന്നാമത് നമ്മുടെ മക്കൾക്ക് ഇപ്പൊ ബുദ്ധി കൂടുതല, പിന്നെ ഇച്ചിരി അത്ര കൂടെ തേച്ച് കൊടുത്താൽ പെട്ടെന്ന് ആക്കുണ്ടാവും. ഡോക്ടർ ഷിയാസിന്റെ നിയാസിന്റെ മക്കളെ കണ്ടിട്ടുണ്ടല്ലോ, രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി റെഡിയായി. ഞാൻ വൈകുന്നേരം വന്നപ്പോൾ എന്നോട് പറയാം, ഇന്നലെ നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് നമ്മൾ കൂടെ ഫുള്ള് സെറ്റപ്പായിട്ടിരിക്കാന്ന് പറയാം. കുഞ്ഞുമക്കളാ, കുഞ്ഞുമക്കളാ. വെയിൽ കൊണ്ട് നടന്നു പോയപ്പോൾ ഒരാൾ ചോദിച്ചു അത്രേ, വെയിൽ കൊണ്ട് നടന്നു പോയപ്പോൾ ഒരാൾ ചോദിച്ചു അത്ര, എന്തിനാ മക്കളെ ഇങ്ങനെ വെയിൽ കൊള്ളുന്നത്? അപ്പൊ പറഞ്ഞു, കൊച്ചുകുട്ടികളായി ഇത്തിരി വെയിലൊക്കെ കൊള്ളണം, ഇല്ലെങ്കിൽ ശരിയാവൂലാണ്. വളരെ ചെറിയ പ്രായം. അല്ലാഹു തആല മക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലാഹു. എത്ര ദിവസം വരെ അപ്പോ അവന്റെ ബുദ്ധി അധികരിക്കുമെന്നാണ്. അത്തർ പുരട്ടിയാൽ ബുദ്ധി അധികരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തർ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പ്രവാചക പ്രഭു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. സഹാബികൾക്ക് അത്തർ അല്ലാഹുവിന്റെ റസൂൽ ശരീരത്തിലേക്ക് തേച്ചു കൊടുക്കുമായിരുന്നു. ഒന്നാമത് ദുനിയാവിൽ കിട്ടുന്ന നേട്ടം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവന്റെ ബുദ്ധി അധികരിക്കുന്നതാണ്. അവന്റെ വിഷമത്തെ അല്ലാഹു നീക്കി കൊടുക്കുന്നതാണ്. അവന്റെ വിഷമത്തെ അല്ലാഹു മാറ്റി കൊടുക്കുന്നതാണ്. ജീവിതത്തിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വിഷമങ്ങൾ കൊടുത്തിരിക്കുന്നെങ്കിൽ അത്തർ പുരട്ടുമ്പോൾ ആ വിഷമം അല്ലാഹു പടച്ചുറമ്പുരാ നീക്കി കൊടുക്കുന്നതാണ്. ഒരു മയ്യത്ത് പുരിഞ്ഞെടുക്കുമ്പോ കൂടല്ലൂർ ഭവനത്തിന്റെ കത്തളത്തിരുന്ന് ഒരു മയ്യത്തിനെ കുളിപ്പിച്ച് പുരിഞ്ഞെടുക്കുമ്പോ
ആ കഫംപുടവയിലെ കത്തിർ പുരട്ടി കൊടുക്കുന്നതെന്തിനാ? ആ കഫംപുടവയിലെ കത്തിർ പുരട്ടുന്നതെന്തിനാണ്? ആ മയ്യത്തിന് സുഗന്ധം പുരട്ടിയിട്ട് ആ മയ്യത്തിന് കൊണ്ടുപോകുന്നതെന്തിനാ? സുബ്ഹാനല്ലാഹ്. വാപ്പ മരിച്ചതുകൊണ്ട്, ഉമ്മ മരിച്ചതുകൊണ്ട്, ഭർത്താവ് മരിച്ചതുകൊണ്ട്, ഭാര്യ മരിച്ചതുകൊണ്ട്, മക്കൾ മരിച്ചതുകൊണ്ട്, മനസ്സ് ലിമ്മിപ്പൊട്ടി തകർന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ മനോമുഖത്തിലെ സങ്കടം മാറ്റാനെന്ന ഒരു ശാസ്ത്രീയ വശം കൂടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് ഉദ്ഘാടനം തങ്ങളങ്ങ് ചെയ്യും. തങ്ങൾക്ക് പകരം വെക്കാൻ ആളില്ലാത്തത് കൊണ്ട് അതിന് പകരം ഒരു ഉദ്ഘാടനം വിളിക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ യാത്രയിലൊക്കെ അല്ലാഹു ഐശ്വര്യം കൊടുക്കട്ടെ. വയനാട്ടിലെ ഒരു വലിയ പരിപാടി കഴിഞ്ഞിട്ടാണ് തങ്ങളോട് എത്തിയത്. എങ്കിലും അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കുന്നതിന് വേണ്ടി എല്ലാ ക്ഷീണവും മറന്ന് ബഹുമാനപ്പെട്ടവരിവിടെ എത്തി. തങ്ങൾ വേഗം ഒരു ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം എന്റെ പ്രഭാഷണം തുടരും. പിന്നെ 12 മണിക്ക് 11:45 ട്രെയിനിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് മറ്റു കാര്യത്തിനൊന്നും സമയമില്ല. ഇൻഷാ അല്ലാഹ് വേഗം ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരും. ഈ മനോഹരമായ സദസ്സിന് ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സ്വർഗീയ ആരാമത്തിന് സമുദ്ഘാടന കർമ്മം നിർവഹിച്ചു തരുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൈക്കൊമ്പിൽ കൊണ്ട് ചോദിച്ച് ഈ സ്വർഗീയ ആരാമത്തിൽ വാരി വിതറി തരുന്നതിന് വേണ്ടി കേരള സമുദായത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ച ഒരു പുഞ്ചിരി കൊണ്ട് കലാപ കലുഷിത അന്തരീക്ഷങ്ങളെ സാന്ത്വനത്തിന്റെ തീരമാക്കി മാറ്റാൻ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുള്ള ബഹുമാനപ്പെട്ട പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളെ ആദരവോടെ ഈ സദസ്സിലേക്ക് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനനായ ഈ വേദിയിൽ പ്രഭാഷണം നടത്തുന്ന ഇമാം നൗഷാദ് ബാക്കവി, ഈ വേദിയിലും സന്നിഹിതരായിട്ടുള്ള മറ്റു പണ്ഡിതരെ, ഉമറാക്കളെ, സഹോദരന്മാരെ, വിദ്യാർത്ഥി നാം ഇന്നിവിടെ സന്നിഹിതരുടെ കൂടല്ലൂർ മുനീറുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 3 ദിവസങ്ങൾ നടത്തിവരുന്ന മതപ്രഭാഷണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വേണ്ടിയിട്ടാണ് സന്നിഹിതരായിട്ടുള്ളത്. നമ്മുടെ ഈ സംഘം ഒരു സ്വാരിയായ ശക്തമായ അമലായ അല്ലാഹുവിനെ നമ്മൾ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അല്ലാഹുവിനെ സ്വീകരിക്കപ്പെട്ടാണ് ചെയ്യുമാറാവുന്നത്. നമ്മിൽപ്പെട്ട പല സഹോദര സഹോദരിമാരും നമ്മളിൽ മൺമറിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ എല്ലാവരുടെയും സർവ്വദോഷങ്ങളെയും അല്ലാഹു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെല്ലാവരെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ധാരാളം ആളുകൾ അപകടങ്ങളും മാറാരോഗവും മറ്റു പല അസുഖങ്ങളും ബാധിച്ച് കിടപ്പിലുമാണ്. അവരുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള അസുഖത്തെയും സർവശക്തനായ നാഥൻ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മരണമാണ് ആരെങ്കിൽ ഈമാനോടുകൂടി മരിപ്പിക്കുമാറാവട്ടെ. ധാരാളം ആളുകളുടെ സാമ്പത്തിക ശാരീരിക സഹായങ്ങൾ കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവരുടെ എല്ലാവരുടെയും എല്ലാത്തരം സഹായ സാധനങ്ങളും അല്ലാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അവർക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു ഇത് വീട്ടിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുക. നമുക്കിന് ഏറ്റവും അനിവാര്യത മതത്തെക്കുറിച്ചുള്ള അറിവ്, മതവിജ്ഞാനം ഇന്ന് ഏറ്റവും അനിവാര്യമാണ്. അത് കാലഘട്ടത്തിൽ ഓരോ ദിവസവും തന്നെ ദിനംപ്രതി പത്രവാർത്താ മാധ്യമങ്ങൾ വഹിക്കുന്ന മതവിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സംസ്കാരമുള്ള ഇസ്ലാമിന്റെ മൂല്യങ്ങൾക്ക് വിലമതിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുന്നു. നമുക്ക് ഏറ്റവും അനിവാര്യത പരലോക ജീവിതമാണ്. പരലോക ജീവിതത്തിൽ ധന്യമാകണമെങ്കിൽ ഇഹലോകത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും നമുക്ക് അള്ളാഹു കനിഞ്ഞ് നൽകി അനുഗ്രഹിച്ച് നൽകിയ അള്ളാഹുവിന്റെ ജനത്തിൽ നിന്ന് ആ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കെട്ടിപ്പടുക്കാനും
അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ടി സഹായിക്കാനും അള്ളാഹു നമുക്ക് നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ അള്ളാഹിന്റെ ദീൻ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ ബോധമുള്ള സമൂഹത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ നിർവഹിച്ച് പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ തണലും അവിടുത്തെ പൊരുത്തവും എന്നും മരിക്കുവോളം അൽഹംദുലില്ലാഹ് ഈ സമുദായത്തിന് നുകരുവാൻ അതിൽ അംഗങ്ങളാകി നമുക്കത് ആസ്വദിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൈകിയാണെങ്കിലും ഈ സദസ്സിൽ വന്ന ബഹുമാനനായ കോട്ടക്കൽ അൻവരി അറബി കോളേജിന്റെ പ്രിൻസിപ്പൽ ഇരുമ്പുരി യൂസുഫ് ഉസ്താദ്, ശിവന യൂസുഫ് ഉസ്താദ്, അതുപോലെ എന്റെ പ്രിയ ഉസ്താദ് അഷ്റഫ് അൻവരി ഉസ്താദ്, പിന്നെ നമ്മുടെ ആ സദസ്സിൽ നിന്ന് നമ്മുടെ കോട്ടക്കരയിൽ നിന്ന് വന്ന കോളേജിന്റെ പ്രവർത്തന മേഖലകൾക്ക് അൽഹംദുലില്ലാഹ് നല്ല വീര്യവും പകർന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനായ അബ്ദുൽ ഉൾപ്പെടെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ സദസ്സിൽ വൈകിയാണെങ്കിലും എത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു എല്ലാവിധ സന്തോഷവും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അപ്പൊ സുഗന്ധത്തിന്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഒരുപാട് വസ്തുക്കളെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും അധികം ഒന്നാമത് ഇഷ്ടമുള്ളത് സുഗന്ധമാണ്. ആ സുഗന്ധത്തിന്റെ പ്രത്യേകത മുത്തായ തങ്ങൾ പറയുകയാണ്, ഒരാൾ സുഗന്ധം പുരട്ടിയാൽ അവന്റെ ബുദ്ധി അധികരിക്കുന്നതാണ്. അവന്റെ സങ്കടം, അവന്റെ വിഷമം, അവന്റെ ദുഃഖം അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. അവന്റെ ദുഃഖം അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാ. അവനൊരു സഹചാരിയെ കിട്ടിയതുപോലെയാണ് സുഗന്ധം എന്ന് പറയുന്നത്. ആ സുഗന്ധം അവന്റെ ശരീരത്തിലുള്ളിടത്തോളം കാലം അവൻ ആസ്വദിക്കാൻ ഒരാൾ കൂടെ വരുന്നത് പോലെ അല്ലാഹു റസൂൽ പരിചയപ്പെടുത്തുകയാണ്. അറേബ്യൻ രാജ്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കോടിക്കണക്കിന് രൂപയാണ് അത്തറിന് വേണ്ടി സുഗന്ധത്തിന് വേണ്ടി മനുഷ്യൻ ചിലവഴിക്കുന്നത്. സൗദിയിലേക്ക് നമ്മൾ ചെന്നാൽ, വിദേശ രാജ്യത്തൊക്കെ ചെന്നാൽ 1 കോടി രൂപയുടെ വീടിനകത്ത് 10 കോടി രൂപയുടെ അത്തർ അലമാരയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് കാണാം. അതിനുവേണ്ടി ധാരാളം പണം അവർ ചിലവഴിക്കും. അതെവിടെന്നാ ശൈലി കിട്ടിയെന്നറിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ജീവിതത്തിൽ ഏറ്റവും അധികം ആ സുഗന്ധത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് സഹാബികൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത വാക്കിൽ നിന്ന് കിട്ടിയ ഒരു മാതൃകയാണ്. ആ സുഗന്ധം പുരട്ടാതെ തന്നെ ചിലർ സുഗന്ധമുള്ളവരാകും. ലോകത്ത് ദുനിയാവിൽ സുഗന്ധം പുരട്ടാതെ തന്നെ ചില വ്യക്തികൾ സുഗന്ധമുള്ളവരാകും. അവരാരെന്നറിയും അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സുഗന്ധം പുരട്ടാതെ സുഗന്ധമുള്ളവരാകുന്ന ചില വിഭാഗങ്ങളുണ്ട്. അല്ലാഹു ഇവരാരാണെന്നറിയുമ്പോൾ എന്റെ കൂടല്ലൂരുകാരെ, അവർക്ക് മക്കളൊന്നും സുഗന്ധം പുരട്ടി കൊടുക്കണ്ട. വിലപിടിപ്പുള്ള അക്കറ് കൊണ്ടവരുടെ ശരീരത്തിലേക്ക് പുരട്ടി കൊടുക്കണ്ട. അല്ലാഹുവിന്റെ മാലാഖമാര് വന്നവരോട് പറയുകയാണ്, യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി സ്വർഗ്ഗലോകത്ത് സുന്ദരമായ സുഹൃതങ്ങളെ ഒരുക്കി വെച്ചിരിക്കുകയാ. അതുകൊണ്ട് കടന്നു വരിക എന്ന് പ്രിയപ്പെട്ട മാലാഖമാര് വന്ന് പറയുമ്പോ അവർ കിടക്കുന്ന മയ്യത്ത് കിടക്കുന്ന റൂം മുഴുവനും സുഗന്ധമുള്ളതാവുകയാണ്. എപ്പോഴോ മഹാന്മാരങ്ങനെ മരണപ്പെട്ടു പോയവരാ. ആലിമ ഖുറൈശിയും
ഒരു ഭൂഖണ്ഡം നിറയെ ഇൽമ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചു എന്ന് മുത്തറസൂലിന്റെ നാവ് കൊണ്ട് ലോകത്തോട് പഠിപ്പിച്ച ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല ലോകത്തിൽ നിന്ന് വിട പറയുന്ന 3 ദിവസത്തിന് മുമ്പ് മുതൽ ബഹുമാനപ്പെട്ടവരെ കിടന്നിറങ്ങുന്ന റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമായിരുന്നു എന്ന് ഹൈദരന്മാര് പറയുകയാണ്. മരണപ്പെടുന്നതിന്റെ ഒന്നോ അള്ളാഹു എന്തോ ഒരു സൗഗന്ധ്യമാണ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിരുന്നത്. എവിടെന്നാ വന്നരെന്നറിയോ? എവിടെന്നാ വന്നരെന്നറിയോ? അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തിന്റെ മാലാഖമാര് ബഹുമാനപ്പെട്ടവരുടെ റൂഹ് കൊണ്ടുപോകാ ആഘോഷത്തോടെ ആഹ്ലാദത്തോടെ കടന്നു വന്നതിന്റെ പേരിലുണ്ടായ സുഗന്ധമാണ്. അള്ളാഹുവേ, അത്ര പുരട്ടാറ് സുഗന്ധം വരുന്ന വിഭാഗത്തിൽ പാവപ്പെട്ട ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ സംഭവം സുഗന്ധമാണ്. രണ്ടാമത്തെ എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹബ്ബിബ ഇലയ്യ മിനദ് ദുനിയാ സലാസ്. 3 കാര്യം ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറെ ഇഷ്ടമാണ്. അതിലൊന്ന് സുഗന്ധമാണ്. 2 അന്നിസാഉ, സ്ത്രീകളാണ്. 2 സ്ത്രീകളാണ്. പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ, ഈ രവീന്ദ്രൻ എന്ന സഹോദരൻ ഉൾപ്പെടെ, ഈ നാട്ടിലെ ധാരാളം ഇതര മതങ്ങളിൽപ്പെട്ട സഹോദരൻ, ഇവിടെ MD വാസുദേവൻ നായരുടെ പിന്നെ മരുമകൻ ഉൾപ്പെടെ ഈ സദസ്സിന്റെ അഭിനയകാംക്ഷികളാണ്. അവരൊക്കെ കുറേത് കുട്ടി ഡോക്ടറുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ദീനീ പ്രവർത്തനങ്ങളോട് അവർക്കൊക്കെ വലിയ താല്പര്യമാണ്. മദ്രസ നടക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, അതുപോലെ ഇങ്ങനെ വലിയ സദസ്സുകൾ ഉണ്ടാക്കിയെടുക്കുക, സ്പർദ്ധയില്ലാതെ കലുഷിത അന്തരീക്ഷങ്ങളില്ലാതെ സന്തോഷത്തിന്റെ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. പക്ഷെ അതിനിടയിൽ ചില ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാകും, 11 വിവാഹം കഴിച്ചില്ലേ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്ത്രീ ലംബനനാണ് എന്ന് തോന്നിപ്പോകുന്ന, പുറത്ത് പറഞ്ഞില്ലെങ്കിലും മനസ്സിലെങ്കിലും തോന്നിപ്പോകുന്ന ഹൈന്ദവ സഹോദരങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ആ ധാരണ വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കരുത്. വ്യക്തമായി പ്രവാചക പൂങ്കവന്റെ ജീവിത പ്രമാണങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ അത് വെറും ഒരു അസംബന്ധമാണ് എന്ന് നമുക്ക് തോന്നും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടും അഭിമാനത്തോട് പറഞ്ഞത്, ലോകത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നത് 2ാമത്തെ സ്ത്രീകളെയാണ് എന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞപ്പോൾ ചില സഹോദരിമാര് തട്ടമൊക്കെ എടുത്ത് ഇങ്ങനെ ഇടുന്നുണ്ട്. നല്ലതാണ്. അവിടുത്തെ ലൈറ്റ് നല്ലപോലെ ഓഫ് ആയിട്ടില്ല, അതും മറ്റൊന്നും ഓഫ് ആക്കിയത്. വലിയ ലൈറ്റ് ഓഫ് ആക്കിയത് സ്ത്രീകളുടെ, ആ മറ്റേ പുറകിലെ വലിയ ലൈറ്റ് ഓഫ് ആക്കിയത് ചില സ്ഥലത്ത് തീരെ വെളിച്ചുണ്ടാവില്ല സ്ഥലത്തിൽ, ചില സ്ഥലത്ത് വെളിച്ചം വന്നാൽ പിന്നെ ഫുള്ള് വെളിച്ചം വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് ലൈറ്റുണ്ടോ? ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടോ? താത്തമാരെ അടിപൊളി തന്നെ ഇവിടെ. ആരും ലൈറ്റിന്റെ കല്യാണം ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 2ാമത് ജീവിതത്തിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളെയാണെന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ഒരു വികാര പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഇഷ്ടത്തെ കുറിച്ചല്ല ആരംഭപ്പുവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞത്. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഹൈന്ദവ ക്രൈസ്തവ മതങ്ങളിൽപ്പെട്ട ആരുടെയെങ്കിലും മനോപകരത്തില് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ത്രീലംബനാണെന്ന തോന്നല് വിവാഹ ജീവിതത്തിലൂടെ വന്നുപോയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ തിരിച്ചുക. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം വിവാഹം കഴിച്ച സ്ത്രീയുടെ പ്രായം എത്രയാ? ആദ്യം അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ച സ്ത്രീയുടെ പ്രായം. എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളാരും വിവാഹം കഴിക്കാൻ കൂട്ടാക്കാത്ത പ്രായത്തിന്റെ വിടവയായിരുന്നപ്പോഴാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിക്കുന്നത്. ഒത്തിരി വിധങ്ങൾക്ക് 25-ാമത്തെ വയസ്സാണ്. അതിന്റെ ഏകദേശം പകുതിയോളം പ്രായം വരുന്ന, അതിന്റെ ഏകദേശം ഇരട്ടി പ്രായം വരുന്ന സ്ത്രീയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് 1ാമത്തെ ഭാര്യയായി കൊണ്ടുവരുന്നത്. ആ പ്രിയപ്പെട്ടവരെ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് വരെ, ആ പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തിൽ നിന്ന് വിട പറയുന്നത് വരെ മറ്റൊരു ഭാര്യയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിച്ചിട്ടില്ല. സഹോദരങ്ങളെ,
എന്തോരത്ഭുതമാണ് ആ ജീവിതം, എത്ര സന്തോഷമാണ് ആ ജീവിതം, എത്ര ആനന്ദമാണ് ആ ജീവിതം. എന്റെ സഹോദരങ്ങളെ, യുദ്ധത്തിന്റെ രണാകടത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് പോയ ഭർത്താവിനെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത് വിലപിക്കുന്ന പൊട്ടിക്കരയുന്ന പെൺകുട്ടി ഒരു പുരുഷൻ പോലെ സ്വീകരിക്കാൻ കഴിയാറ് കണ്ണീര് കയ്യുമായി കഴിഞ്ഞുകൂടുമ്പോ ലോകത്താരും കിട്ടാൻ കൊതിച്ചു പോകുന്ന അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എന്നെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. ആ ജീവിതം പഠിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലേക്ക് ആ സങ്കടം കടന്നു വരൂല. ആ ജീവിതം പഠിക്കുമ്പോൾ നമ്മുടെ ദുഃഖം ആ മനസ്സിലേക്ക് കടന്നു വരൂല. ഒരുപാട് ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെ സദസ്സിലുണ്ട് പറയുകയാണ്, ഒത്തായ നിബിധങ്ങളെ കുറിച്ച് വ്യക്തമായി പഠിക്കുന്നവരാകുക. എന്നിട്ട് എന്തെങ്കിലും മനോമുഖത്തിന്റെ അകത്ത് ധാരണകൾ ഉണ്ടെങ്കിൽ ആ ധാരണയൊക്കെ മാറ്റിയിട്ടാ മുത്തറസൂലിന്റെ ജീവിതത്തെ പഠിക്കുക. എത്രയോ ആളുകൾ അങ്ങനെയാണ് ഇസ്ലാമിനെ മനസ്സിലാക്കുക, എത്രയോ ആളുകൾ അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരിക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ കാര്യം അത് സ്ത്രീകളെയാണ്, അത് സ്ത്രീകളെയാണ്, സ്ത്രീകളെയാണ്. ഓടില്ലൂരി 8 മണിയായപ്പോ നിറഞ്ഞു കവിഞ്ഞു പോലെ തലയിൽ തട്ടമിട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിശ്വാസിയുടെ ഇഷ്ടത്തെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒന്നാലോചിച്ച് നോക്കുക. ഇത്രയും സമയമായി എത്ര സലാത്ത് ചെല്ലിവങ്ങളെ, എത്ര സലാത്ത് ചെല്ലാൻ നിനക്ക് സാധിച്ചു പെങ്ങളെ, മനസ്സിരുത്തിയിട്ട് ആലോചിച്ച് നോക്കുക. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്ക് വേണ്ടി സമർപ്പിച്ച ഇഷ്ടത്തിന്റെ രംഗത്തിൽ കണ്ടില്ലേ? അന്നിസാ, സ്ത്രീകളെയാണ് രണ്ടാമത് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് മുത്തുനബി തങ്ങൾ പറയുമ്പോ, ആ ഇഷ്ടമൊന്ന് തിരിച്ചു കൊടുക്കാൻ എന്റെ പെങ്ങളെ നിനക്ക് കഴിയുന്നുണ്ടോ? ആ ഇഷ്ടമൊന്ന് തിരിച്ചു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ആ ഇഷ്ടം നിനക്ക് പറഞ്ഞെങ്കിൽ ആ ഇഷ്ടമെന്ന് തിരിച്ചു കൊടുക്കാൻ എന്റെ പെങ്ങളെ നമുക്ക് സാധിക്കട്ടെ. ഒരു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടുകൊണ്ടല്ല, ഒരു ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടുകൊണ്ടല്ല, ഒരു ആയിഷ കണ്ടുകൊണ്ടല്ല അല്ലാഹുവിന്റെ റസൂൽ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. മറിച്ച് മുത്തുനബി തങ്ങൾ സ്ത്രീയെ മൊത്തത്തിലൊന്ന് വിലയിരുത്തി ഇഷ്ടം അങ്ങോട്ട് സമ്പാദിക്കുമ്പോ എന്റെ പെങ്ങളെ ആ വാക്ക് പറഞ്ഞ മുത്തു റസൂൽ മറ്റൊരു കാര്യം കൂടി ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടമാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ, സ്ത്രീകളെ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷമാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ ഗൗരവത്തോടുകൂടി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 2 വിഭാഗം സ്ത്രീകളെ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ, 2 വിഭാഗം സ്ത്രീകളെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാതിരിക്കട്ടെ. അവർക്ക് സ്വർഗമില്ലെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ വാസന പോലും അല്ലാഹുവർക്ക് കൊടുക്കുകയില്ല. എന്റെ കൂടല്ലൂര് വന്ന പെണ്ണേ, ജീവിതത്തിൽ ദുനിയാവിലുള്ള പടച്ച വസ്തുക്കളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ വസ്തു സ്ത്രീകളാണെന്ന് പറഞ്ഞ മുത്ത് റസൂൽ പറയുകയാ. ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ വസ്തു സ്ത്രീകളാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. സ്വർഗത്തിന്റെ സുഗന്ധം പോലെ, സ്വർഗത്തിന്റെ വാസന പോലെ, സ്വർഗത്തിന്റെ സുഗന്ധം കൊണ്ടുവരുന്ന ഇളം തെന്നൽ പോലും അടിച്ചു വീശാത്ത 2 വിഭാഗം സ്ത്രീകളുണ്ട്. അവരെ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ, അവരെ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞത് പെങ്ങളെ? ഉണ്ടായ തങ്ങളില്ലാതെ രക്ഷപ്പെടാൻ നമുക്ക് പറ്റോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തില്ലാതെ കരകയറാൻ നമുക്ക് പറ്റോ? يوم نجري كتابيا خير النبي. ഒത്തായ തങ്ങളുടെ ഔദുൽ കൗസറിന്റെ ഭാഗത്ത് പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈനീട്ടി ഔദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യമില്ലാതെ രക്ഷപ്പെടാൻ കഴിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ? ആ പുസ്തകങ്ങൾ പറയുകയാ, 2 വിഭാഗം സ്ത്രീകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ, 2 വിഭാഗം സ്ത്രീകളെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണാതിരിക്കട്ടെ. ആരാണ് ആ ദൗർഭാഗ്യവതി എന്നറിയുമോ? എന്റെ സ്ഥലത്തിൽ വന്നിരിക്കുന്നവരെ, ഒരിക്കലും ആ വിഭാഗത്തിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല, ഒരിക്കലും ആ വിഭാഗത്തിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ആ സഹോദരിമാരുടെ സ്വഭാവ ഗുണമല്ലാത്തത്തോട് പറയുകയാണ്, ഈ സ്ഥലത്തിൽ വന്നവരെ തീരുമാനമെടുക്കുക, ഈ സ്ഥലത്തിൽ വന്നിരിക്കുന്നവരെ തീരുമാനമെടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിക്കപ്പെട്ട സ്ത്രീ വിഭാഗമാരാണ് ഇവിടെ വന്നിരിക്കുന്ന ഉമ്മമാരെ. മുത്തുനിബിതങ്ങളിലൂടെ സ്വർഗം കൊള്ളുകാൻ, ആ മുത്തുനിബിതങ്ങളുടെ പ്രേമത്തിലൂടെ ഇഷ്ടത്തിലൂടെ പൊരുത്തം നേടാൻ കാത്തിരിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 2 വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടു പോകാൻ പാടില്ല. അതിലൊന്നാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്.
അവരുടെ തലകളുണ്ടല്ലോ ഒട്ടകത്തിന്റെ പൂഞ്ഞുകളെ പോലെ കെട്ടിവെച്ചിരിക്കുന്ന തലയുടെ ഉടമസ്ഥരാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞകൾ പോലെ തല കെട്ടിവെച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ്. ഒട്ടകത്തിന്റെ പൂഞ്ഞ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ചില സഹോദരിമാർ ഷാളിന്റെ അടിയിൽ കൂടെ കൈയേറ്റി നമ്മക്കിട്ട് മണിയാറടി എന്ന് പറയുന്നത് കളിച്ചെടുക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ആ മോഡൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഫ്രണ്ടൊക്കെ കണ്ടാൽ ഇങ്ങനെ ഇവിടെയൊക്കെ മറിച്ച് ഇവിടെയൊക്കെ സൂചി പിന്നൊക്കെ കുത്തി നല്ല ഇതായിരിക്കും. പുറകിലിതാ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇരിക്കേണ്ട, നിങ്ങളെ എന്റെ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കുന്നത്. എനിക്കാ മാത്രം പഠിച്ചാൽ മതി. നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ പെൺമക്കളും നിങ്ങളുടെ പെങ്ങന്മാരും തന്നെ ഇത് ധരിക്കുന്നു. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും മറ്റാരെ കൂടെ കല്യാണത്തിന് പോകുമ്പോൾ. പുറകെ ഒട്ടകത്തിന്റെ പൂഞ്ഞ എന്ന് പറഞ്ഞ ഇതാ. എത്ര സഹോദരിമാർ ഇപ്പൊ അങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ പറയും ഇങ്ങനെ കെട്ടിയാൽ എന്താ കുഴപ്പം, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അങ്ങനെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് തെറ്റുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് എന്തൊരു കാര്യം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് വേണമെന്ന് വാശി പിടിച്ചവർക്കൊക്കെ അതിൻ്റെതായ പരിണിത ഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ ഓർമ്മിക്കണം, വളരെ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ വിഭാഗം സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ തലകെട്ടി വെച്ചിരിക്കുന്നവരാണ്. ഒട്ടകത്തിന്റെ പൂജ പോലെ തല ഇങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നവരാണ്. അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും അല്ലാഹു കൊടുക്കുകയില്ല. അവർക്ക് സ്വർഗത്തിന്റെ വാസന പോലും അല്ലാഹു കൊടുക്കുകയില്ല. എന്നെ തലമറക്കുന്നത് പടച്ചവനെ പേടിച്ചിട്ടായിരിക്കുക. അന്യപുരുഷന്മാര് എന്റെ തലമുടി കണ്ടിട്ട് ഔറത്തായ ഭാഗം കണ്ടിട്ട് ഹറാമിലേക്ക് എത്തിപ്പോകാതിരിക്കുക എന്ന നിയത്തോടുകൂടി തലമറക്കാൻ എന്റെ സഹോദരിമാര് മനസ്സ് വെക്കുക. നല്ല വൃത്തിയോടെ മറയ്ക്കുക, നല്ല ഭംഗിയോടെ മറയ്ക്കുക. അതല്ലാതെ പുരുഷന്മാര് ശ്രദ്ധിക്കുന്ന രീതിയിൽ തലമറച്ചിട്ട് കാര്യമില്ല. പുരുഷന്മാര് ശ്രദ്ധിക്കുന്ന രീതിയിൽ തലമറച്ചിട്ട് അർത്ഥമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ വിഭാഗമായി പറഞ്ഞത് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ കെട്ടിങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്ന വിഭാഗമാണ്. ലാ യജ്ദിന റിഹാ, സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് അല്ലാഹു കൊടുക്കുകയില്ല. ഇവിടെ നിന്നുകൊണ്ട് 1000 മൈൽ അക്കരേക്ക് യാത്ര ചെയ്തു പോയാൽ അത്രത്തോളം ദൂരം സ്വർഗത്തിന്റെ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ട് അത്രയും അകലത്ത് പോലും ആ പെണ്ണിന് സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിക്കാൻ കഴിയില്ലെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരുമ്പോൾ എന്റെ സഹോദരിമാരെ, മുത്തായതങ്ങൾ വെറുത്തുപോയ സഹിച്ചുപോലെ വിഭാഗത്തിൽ നിങ്ങൾ ഉൾപ്പെടാൻ പാടില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗം സ്ത്രീകളാരെന്നറിയുമോ? നിങ്ങൾക്ക് സ്വർഗമാണെന്ന് പറഞ്ഞ, നിങ്ങൾക്ക് സന്തോഷമാണെന്ന് പറഞ്ഞ, നിങ്ങളാണ് ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ വസ്തു എന്ന് പറഞ്ഞ മുത്തായ തങ്ങൾ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ സംഭവം സ്ത്രീകളാണെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം വെറുത്തു പോകുന്ന, ഞാൻ കാണരുതേ എന്ന് ദുആ ചെയ്തു പോകുന്ന, എന്റെ കണ്ണുകൊണ്ട് കാണിക്കല്ല റബ്ബേ എന്ന് പടച്ചവനോട് പറഞ്ഞു പോകുന്ന, സ്വർഗത്തിന്റെ വാസന പോലും ഒരിക്കലും ലഭിക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ തുറന്നു സമ്മതിച്ച രണ്ടാമത്തെ വിഭാഗം സ്ത്രീകളാരെന്നറിയുമോ? താനും തിരിഞ്ഞും പുരുഷന്മാരെ ശ്രദ്ധിക്കുന്ന രീതിയിൽ നടന്നു പോകുന്ന സ്ത്രീകളാണ്. താനും തിരിഞ്ഞും പുരുഷന്മാരെ ശ്രദ്ധിക്കുന്ന രീതിയിൽ നടന്നു പോകുന്ന സ്ത്രീകളാണ്. അവർക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിന് വിലയില്ല, അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തമില്ല, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വാസന പോലുമില്ല. ചില സ്ത്രീകളുടെ നടത്ത എങ്ങനെയാണ്? പുരുഷന്മാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയാ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബികൾ, അവരുടെ ഭാര്യമാർ, അവരുടെ പെൺമക്കളെല്ലാം പുറത്തിറങ്ങേണ്ടി വന്നുപോയാൽ അവര് നടന്നിരുന്നത് ഭൂമിയിലേക്ക് കണ്ണു താഴ്ത്തിയിട്ട് നോട്ടത്തെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞുവിടാതെ പൂർണ്ണ പൊരുത്തത്തോടെ നടന്നുപോയതായി ചരിത്രം പറയുമ്പോ എന്റെ സഹോദരിമാരെ, ഈ കണ്ണുകളുണ്ടല്ലോ അല്ലാഹുവിന്റെ സ്വർഗം കാണേണ്ടുന്ന കണ്ണുകളാണ്. നമ്മുടെ ശരീരമുണ്ടല്ലോ അല്ലാഹുവിന്റെ സ്വർഗലോകത്തിൽ ഉല്ലസിക്കേണ്ട ശരീരമാണ്. അതല്ലാതെ നരകത്തിൽ കത്തിക്കപ്പെടുന്ന വിറകുകളും കല്ലുകളും പോലെ എന്റെ സഹോദരിമാരെ, ആ വിറകുകളായിട്ട് നിങ്ങളുടെ ശരീരം മാറാൻ അനുവാദം കൊടുത്തുകൂടാ. അല്ലാഹുവേ, ഞങ്ങളെ കാത്തിരക്ഷിക്കല്ലാ. സ്ത്രീകളെയാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ, സ്ത്രീകളെയാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞ, രണ്ടാമത് സ്ത്രീകളെയാണ് എനിക്ക് ജീവനത്തിലേറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ ആ പെണ്ണിനുള്ള മഹത്വത്തെ പറഞ്ഞ് മുത്തറത്തോല് പറയുകയാണ്, 2 വിഭാഗം സ്ത്രീകളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സവിത്ത സ്ത്രീയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരെ മാറില്ലേ, ഈ സ്ഥലത്തിരുന്നു കൊണ്ട് തൗബ ചെയ്തോ, ഇനി മരിക്കുന്നത് വരെ ഞാനെങ്ങനെ വസ്ത്രം ധരിക്കൂല. അല്ലാഹ്
ഇനി മരിക്കുന്നത് വരെ കല്യാണത്തിന് പോകുമ്പോ കമ്പനി പോകുമ്പോ അന്യപുരുഷന്മാരെ കാണുന്ന രീതിയിൽ താനും തെരഞ്ഞ് ഞാൻ നടക്കൂല റബ്ബേ. മതപ്രസംഗത്തിന് വരുമ്പോൾ പോലും കാമുകന്മാരെ വിളിച്ചുകൊണ്ട് മൊബൈലിലൂടെ സംസാരിക്കാൻ മനസ്സ് വരുന്ന ലാഘവത്തോടെ ഭീതിപരമായ കാര്യങ്ങളെ വലിച്ചെറിയുന്ന എന്റെ സഹോദരിമാരെ ഭയപ്പെട്ടുകൊള്ളുക, എന്റെ പ്രിയപ്പെട്ടവരെ ഭയന്നുകൊള്ളുക. കുത്തായ തങ്ങൾ തന്നെ നാവുകൊണ്ട് ജീവിതത്തിൽ തപിച്ചിട്ട് പോയ വിഭാഗമായാൽ അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു പോയ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മൂന്നാമത്തെ എന്താ? അള്ളാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്തിനോട് പറയുകയാണ്, നിസ്കാരത്തിന്റെ കൺകുളിർമയാണ്. എന്തൊക്കെ വാക്കുകളാണ് വിധങ്ങൾ പറഞ്ഞത്. ഈ മൂന്ന് ഇഷ്ടവും എവിടെയൊക്കെ കിടക്കുന്നത്? ഒന്ന് സുഗന്ധം, രണ്ട് പിന്നെ എന്താണ് സ്ത്രീകൾ, മൂന്ന് നിസ്കാരത്തിലെ കൺകുളിർമ. കേൾക്കുന്നില്ലേ? മൂന്ന് നിസ്കാരത്തിലെ ഇത് മൂന്ന് കോണിലാണ് കിടക്കുക. ഇത് മൂന്ന് കോണിലാണ്. എങ്കിലും ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു രീതി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി. ഇബാദത്തുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തേന് പറയാം, ജീവിതവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തതിനെ പറയാം, ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തേനെ പറയാം, ഒരു മനുഷ്യന്റെ ബുദ്ധി വികാസം ഉൾപ്പെടെ ജീവിതത്തിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തേനെ പറയാം. ഒരു മേഖലയും ഒഴിവാക്കാതെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മൂന്നാമത് പറഞ്ഞ ഇഷ്ടം. ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അടുത്തത് നമുക്ക് നാളെ മുതൽ വാങ്ങാം. പിന്നെ രണ്ടാമത്തെ സ്ത്രീ അത് കുഴപ്പമില്ല, ഇന്ന് മുതൽ ഭാര്യയും അതുപോലെ ഉമ്മായും പെൺമക്കളെയൊക്കെ വലിയ ഇഷ്ടവും കമ്പനിയൊക്കെ ആക്കാം. പക്ഷെ മൂന്നാമത് പറഞ്ഞത് വലിയ പാടാണ്. അത് ഉണ്ടാക്കിയാൽ ഉണ്ടാവുന്നതല്ല, ഉണ്ടാവേണ്ടതാണ്. മൂന്നാമത്തത്, ഇന്നത്തെ നിസ്കാരത്തിലേക്ക് കൺകുളിർമ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ ഇരിക്കലിട്ട് കണ്ടിക്കുത്തതാണെന്ന് പറഞ്ഞാൽ ആ കൺകുളിർമ ഉണ്ടാവില്ല. നിസ്കാരത്തിൽ കൺകുളിർമ ഉണ്ടാവണം, അത് ഉണ്ടാക്കാൻ പറ്റില്ല, ഉണ്ടാകേണ്ടതാണ്. എങ്ങനെ ഉണ്ടാവും? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിസ്കാരം ഒരു സുഖവും ഒരു സന്തോഷവും ഒരു കൺകുളിർമയും തന്നെയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉത്സവം പോലെയാണ്. നിസ്കാരം എന്ന് പറയുന്നത് കൃത്യ ടൈമിൽ വിശ്വാസി ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നിസ്കരിക്കുക, പള്ളിയിൽ ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു മാനസികമായിട്ട് ഒരു ഉത്സാഹവും ഒരു ആവേശവും തന്നെയാണ്. ഈ ഒരു രംഗമാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട മൂന്നാമത്തെ കാര്യമാണ്. നമ്മുടെ നിസ്കാരത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലാഹുവേ പടച്ചവനെ, വഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാഹ വത്തബഉ ശഹവാ വസൗഫ യൽഖൂന വയ്യാ. നിസ്കാരത്തെ പാഴാക്കുന്നവരെന്ന് ഖുർആൻ പറഞ്ഞു, നിസ്കരിക്കാത്തവരെന്നല്ല പറഞ്ഞത്. റസൂൽ ആയത്തിറങ്ങിയപ്പോ ഒരുപാട് കരഞ്ഞുപോയി. എന്റെ കൂടല്ലൂര് വന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ ആയത്തിറങ്ങിയപ്പോ ഒരുപാട് കരഞ്ഞുപോയ സഹാബികൾ ചോദിച്ചു, നബി എന്തിനാണെങ്കിൽ ഇത്രയും കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുർആൻ പറഞ്ഞതെന്താ? ജിബ്രീൽ വന്ന് ഓതിക്കേൽപ്പിച്ചതെന്താ? അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ കാലത്തിന് ശേഷം ഒരു കാലഘട്ടം വരാനുണ്ട്. അവർ നിസ്കാരത്തെ പാഴാക്കുന്നവരാണ്, അവർ നിസ്കാരത്തെ പാഴാക്കി കളയുന്നവരാണ്. നിസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്നവരെന്നല്ല, നിസ്കാരമില്ലാത്തവരെന്നല്ല, പക്ഷേ നിസ്കരിച്ചിട്ട് നിസ്കാരത്തെ പാഴാക്കുന്നവരാണ്. നിസ്കാരത്തെ പാഴാക്കി അവരെ വികാര വിചാരങ്ങൾക്ക് പിന്നാലെ പരക്കം പായുന്നവരാണ്. ഏറ്റവും മോശമായ നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ വന്ന് പറഞ്ഞപ്പോ ഖുർആന്റെ ആയത്തിന്റെ ഗാംഭീര്യത ഓർത്തുകൊണ്ട് മുത്തറസൂൽ പൊട്ടിക്കരയുകയാണ്. എന്റെ സഹോദരിമാരെ, നിസ്കരിക്കേണ്ട പോലെ നിസ്കരിക്കുക, ഇബാദത്ത് ചെയ്യേണ്ട പോലെ ഇബാദത്ത് ചെയ്യുക. പാഴാക്കി കളയില്ലേ, ഒരു സുജൂദ് പോലും ഒഴിവാക്കി കളയില്ലേ. അല്ലാഹുവിന്റെ സമക്ഷത്തിൽ നിന്നുകൊണ്ട് ആരാധനയുമായി ബന്ധപ്പെടുമ്പോ അതിലൊരു ചൈതന്യം കടന്നു വരട്ടെ, അതിനൊരു വല്ലാത്ത കൺകുളിർമ വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാ സമയത്ത് എല്ലാവരും സുഖലോലുപരായി കിടന്നുറങ്ങുമ്പോ രണ്ട് കാൽപ്പാടും നീര് വരുന്നത് വരെ അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചതെന്തിനാ? അലംദു സുന്നത്തമൻ അഹിയല്ലാ മൈലാ അനിസ്തഖത് ഖദമാ ഉർറ മിൻ ഖറമി മൗലായ സല്ലി വസാ ഇൻദായി മൻ അബദാ
അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. കാൽഭാരം നീതി വന്നുകൊണ്ട് മുത്തായ തങ്ങൾ നിസ്കരിക്കുമ്പോ സഹധർമ്മിണിയായ പൂങ്കവന്റെ പ്രിയപ്പെട്ടവളായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്ന് സങ്കടത്തോടെ ചോദിക്കുന്ന നബിയെ, എന്തിനാണ് എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു തന്ന നബിയെ, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തന്ന നബിയെ, എല്ലാ സമ്മാനങ്ങളും അല്ലാഹു ഒരുക്കി തന്ന നബിയെ, എന്തിനാണ് മുത്തുനബിയെ അങ്ങ് കാല് നീരി വന്നിങ്ങനെ പൊട്ടി ഒഴുകുന്നത് വരെ നിസ്കരിക്കുന്നതെന്ന് മുത്തുനബി തങ്ങളോട് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ആരാണ് അങ്ങനെ നിസ്കരിക്കുന്നത്, ആരാണ് അങ്ങനെ ഇബാദത്ത് ചെയ്യുന്നത്, ആരാണ് അങ്ങനെ പടച്ചറം പുരാനെ വണങ്ങുന്നത്? അല്ലാഹുവിന്റെ സർവ്വലോകത്തിന്റെ രാജകുമാരനാണ്. എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു ചൊരിഞ്ഞു കൊടുത്തവരാണ്. ഒന്നിനും കൊള്ളരുതാത്തവരെ, വിവരക്കേടിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവര്, കാണുന്നതും ചിന്തിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം ഹറാമിന്റെ കൂത്തരങ്ങുകളായി പരാജയത്തിന്റെ പടിങ്കുഴിയിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവര്, അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പോലും സൂക്ഷ്മതയില്ലാതെ വന്നാൽ, അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിൽ പോലും സൂക്ഷ്മതയില്ലാതെ വന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? അള്ളാന്റെ മലക്കുകൾ സുഗന്ധം കൊണ്ട് തേച്ചു തന്നുകൊണ്ട് റൂഹൂരി എടുക്കുന്ന ഭാഗ്യം നമുക്ക് കിട്ടോ? സമാലയത്തിന്റെ മാലാകമാര് പറന്നിറങ്ങിയിട്ട് വലിച്ചെടുക്കുന്ന ഏറ്റവും പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകില്ലേ? അള്ളാഹുവേ, ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കൺകുളിർമയുണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനൊരു വലിയ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. നിസ്കാരത്തിന്റെ കുളിർമയുണ്ടാകാൻ, നിസ്കരിക്കുമ്പോൾ ജീവിതത്തിനൊരു കുളിർമയുണ്ടാകാൻ ഒരു വലിയ വഴി അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു വഴി നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ നിസ്കാരത്തിൽ നിസ്കരിക്കുമ്പോൾ ഒരു സുഖവും ഒരു കുളിർമയും നമുക്ക് തോന്നും. ഒരു വല്ലാത്ത ഈമാനികമായ ഒരു ആവേശം ഇൻഷാ അല്ലാഹ് നമുക്ക് തോന്നും. ആ വഴിയാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട മൂന്നാമത്തെ ഇഷ്ടം നിർബന്ധമായും ജീവിതത്തിൽ നമ്മൾ നേടും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലാതെ വേറെയൊക്കെ നിങ്ങൾക്ക് തന്നാൽ അത്ര നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി ഇവിടെ നിന്ന് നമുക്ക് തികയില്ല. ബിൽഡിങ്ങിന്റെ ഫോട്ടോ കണ്ടില്ലേ? മദ്രസയ്ക്ക് വേണ്ടിയിട്ട് കെട്ടാനുള്ളതാണ്. മദ്രസ കെട്ടിടമെല്ലാം മദ്രസയുടെ വരുമാനത്തിന് വേണ്ടി കെട്ടാനുള്ളതാണ്. അപ്പോ ആ കാശ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത്ര വാങ്ങി തരാൻ കഴിയില്ല. പിന്നെ സ്ത്രീകളെ ഇപ്പോ എന്തായാലും നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് ഭാര്യയാക്കി കൊണ്ട് നടക്കേണ്ടതാണ്. നിങ്ങളുടെ ഉമ്മയെ, നിങ്ങളുടെ പെങ്ങളെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭാര്യയെ നിങ്ങളാണ് ഇഷ്ടപ്പെടേണ്ടത്, സ്നേഹിക്കേണ്ടത്. അതിന് നമുക്ക് അവകാശമില്ല. മൂന്നാമത് പറഞ്ഞ നിസ്കാരത്തിലെ കൺകുളിർമ, അത് എങ്ങനെയാണ് വരുത്തേണ്ടതെന്ന് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വഴി ഇൻഷാ അല്ലാഹ് ഇന്ന് ദുആഇന് മുമ്പ് പറഞ്ഞു തരും. ആ വഴി കേട്ടിട്ട് വേണം നമ്മളൊന്ന് പിരിഞ്ഞു പോകാൻ. നിസ്കാരത്തിൽ ഉണ്ടാകുന്ന ഒരു കുടുംബം ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടാവും. ഞാൻ 3 വർഷം ജോലി ചെയ്ത തിരുവനന്തപുരം സിറ്റിയിലെ അട്ടക്കുളങ്ങര പള്ളിയിൽ 33 വയസ്സ് കഴിഞ്ഞ ഒരു സഹോദരൻ നിസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിന്റെ സുജൂദിൽ മരണപ്പെട്ടു. അവിടെ ഒരു വലിയ അത്ഭുതമായിരുന്നു ആ സഹോദരൻ. ജീവിതത്തിൽ വലിയ വൃത്തിയും വെടുപ്പുമുള്ള സഹോദരൻ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സഹോദരൻ. അള്ളാഹു കൊടുത്ത മരണമല്ലാത്ത സന്തോഷത്തിലായിരുന്നു. എപ്പോഴാ മരിച്ചതെന്നറിയോ? പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കാരത്തിന് വരുമ്പോൾ നിസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. കൂട്ടുകാർ പറഞ്ഞു, നീ ഇമാമത്ത് നിൽക്കണം. ആ സഹോദരൻ ഇമാമത്ത് നിൽക്കുകയാണ്. 2ാമത്തെ റക്അത്തിൽ ഇമാമത്ത് നിന്ന് 2ാമത്തെ റക്അത്തിന്റെ സുജൂദായപ്പോ അല്ലാഹുവേ, ആ സുജൂദിൽ നിന്ന് ആ പ്രിയ കൂട്ടുകാരൻ പിന്നെ എഴുന്നേൽക്കുന്നില്ല. പുറകെ നിൽക്കുന്നവർ നിസ്കാരം പൂർത്തീകരിച്ചു. വിളിച്ചു നോക്കുന്നു, അനക്കമില്ല. അരമ്പ് വിളിച്ചു നോക്കി ചലനമില്ല. ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. നിസ്കാരത്തിൽ അല്ലാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന അമലാവുന്ന സുജൂദിൽ കിടന്നുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. നല്ലൊരു മരണം അല്ലാഹു കൊടുത്തൊരു ജീവിതത്തിൽ ആ നിസ്കാരത്തിന് കൺകുളിർമ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണ്. ആ ഒരു കുളിർമയുണ്ടാക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പവഴി ഇൻഷാ അല്ലാഹ് ഇന്ന് സമാപനം നിങ്ങളോട് പറഞ്ഞിട്ടാണ് ദ്വാരക്കുക. അല്ലാഹു അതിനുള്ള മഹാഭാഗ്യം തരട്ടെ. അപ്പൊ വിശ്വാസികളുടെ രാജാവ്, വിശ്വാസത്തിന്റെ പർദീസ വിശ്വാസികൾക്ക് പണിഞ്ഞുകൊടുത്ത് വാഗ്ദാനം ചെയ്ത അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങളെ കുറിച്ചാ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ റസൂലിനെ ഏറെ ഇഷ്ടപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിരിക്കുകയാണ്.
നബിയേ ഞാനും ഒരു വിശ്വാസിയാണ്, മുത്ത് നബിയെ ഞാനും ഒരു വിശ്വാസിയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന അങ്ങീ പറഞ്ഞ 3 കാര്യം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന 3 കാര്യത്തെ ഞാനൊന്ന് പറയട്ടെയോ നബിയെ? അള്ളാഹുവിന്റെ റസൂൽ സമ്മതിക്കുകയാണ്. ഈ കൂടല്ലൂര് വന്നവര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെടുന്ന 3 കാര്യം പഠിച്ചുകൊള്ളുക. എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക, രേഖപ്പെടുത്തി വെക്കുക. അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട 3 കാര്യം കഴിഞ്ഞിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇഷ്ടപ്പെട്ട 3 കാര്യം പറയട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനൊരു പ്രാന്ത് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രാന്തിന്റെ പേരെന്നറിയുമോ? പ്രവാചക പ്രേമമെന്നായിരുന്നു. പ്രവാചക പ്രേമമെന്നായിരുന്നു. സഹിക്കാൻ കഴിയാത്ത പ്രേമമാണ്, താങ്ങാനാവാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും താങ്ങാനാകാത്ത പ്രേമത്തിന്റെ അവാച്യമായ അനുഭൂതി നുകരാറ് ഒരു ദിവസം പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങിയിരുന്നില്ല. അതുകൊണ്ട് മുത്തുനബിയെ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ നബിയേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുക്കുകയാണ്. ആ സമയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരൊക്കെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ പറയാൻ പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടമറിയണ്ടേ ചെറുപ്പക്കാരാ? ആവേശം രക്തത്തിളപ്പിലൂടെ ശരീരത്തെ തകർക്കാൻ കാത്തിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ധീരനായിരുന്നല്ലോ, വില്ലനായിരുന്നല്ലോ.